ഉത്തർപ്രദേശിൽ നിന്നും വരുന്ന ഒരു വമ്പൻ വാർത്ത. ഉത്തർപ്രദേശിൽ വഖഫ് ബോർഡ് കൈവശം വെച്ചിരിക്കുന്ന 78% സ്വത്തുക്കളും സർക്കാർ ഭൂമിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ തന്നെയാണ്, UP സർക്കാർ തന്നെയാണ് ലക്നൌവിൽ നടന്ന JPC യോഗത്തിൽ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. UPയിൽ സംസ്ഥാന വഖഫ് ബോർഡ് കൈയാളിയിരിക്കുന്ന 78% സ്വത്തുക്കളും അത് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെതാണ്. യഥാർത്ഥത്തിൽ അത് വഖഫ് ബോർഡിൻ്റെതല്ല. നിയമപരമായി വഖഫ് ബോർഡിന് അതിൽ യാതൊരുവിധ ഉടമസ്ഥാവകാശവും ഇല്ല എന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചൊവ്വാഴ്ച ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഫീൽഡ് സന്ദർശനങ്ങളുടെ അവസാന യോഗം നടത്തിയതിനു ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. JPC അധ്യക്ഷൻ MP ജഗദാംബിക പാലിന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നത്. ഷിയ സുന്നി വഖഫ് ബോർഡുകളിലെയും ന്യൂനപക്ഷ കമ്മീഷനുകളിലെയും അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാ പങ്കാളികളും യോഗത്തിൽ പങ്കെടുത്തു എന്ന് നമുക്കറിയാനായി സാധിക്കുന്നു. പോരാത്തതിന് സംസ്ഥാനത്ത് 14,000 ഹെക്ടർ ഭൂമിയാണ് വഖഫ് ബോർഡിന് ഉള്ളതായിട്ട് വഖഫ് ബോർഡ് അവകാശപ്പെടുന്നത്. ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷ ക്ഷേമ കമ്മീഷൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി മോണിക്ക ഗാർഗാണ് JBCയോട് ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ ഇതിൽ 11.700 ഹെക്ടർ ഭൂമിയും ഔദ്യോഗിക രേഖകൾ പ്രകാരം സർക്കാരിൻ്റെതാണെന്ന് സർക്കാർ തിരിച്ചു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. വഖഫ് ബോർഡ് അവകാശപ്പെടുന്ന 60 സ്വത്തുക്കൾ സർക്കാരിൻ്റെതാണെന്ന് നേരത്തെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലും പറഞ്ഞിരുന്നു. വമ്പൻ നീക്കം തന്നെയാണ് ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യോഗി ആദിത്യനാഥ് നേരത്തെയും സംഭാലിൽ ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോഴും അവിടെ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ അടക്കം പണിയുന്ന സ്ഥലങ്ങൾ വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. SP അടക്കമുള്ള പാർട്ടികൾ ഇതിന് സപ്പോർട്ടുമായി രംഗത്ത് എത്തിയിരുന്നു. OIC അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ആ വഖഫ് ബോർഡ് ഉന്നയിച്ച ആ ഒരു വലിയ രീതിയിലുള്ള ക്ലെയിം അത് അവസാനം വഖഫ് ബോർഡിന്റെ ഉന്നയിച്ച ആൾ തന്നെ അത് തിരിച്ചെടുത്ത് ഇത് വഖഫ് ഭൂമിയല്ല, ഇത് സർക്കാരിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് വലിയ രീതിയിൽ യോഗി ആദിത്യനാഥിന്റെ കാലിൽ വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം യോഗി ആദിത്യനാഥ് ആ ക്ലെയിം ഉന്നയിച്ച ആളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും വരെ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും വഖഫ് ബോർഡിന് സ്വന്തമെന്ന് അവകാശപ്പെടുന്ന ഭൂസ്വത്തുക്കളിൽ ഭൂരിഭാഗവും റവന്യൂ രേഖകളിൽ ക്ലാസ് 5, 6 എന്നിവയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് റവന്യൂ വകുപ്പ് JPC അറിയിച്ചു. 5, 6 ക്ലാസുകളുടെ പരാമർശങ്ങൾ സർക്കാർ സ്വത്തുക്കൾക്കും ഗ്രാമസഭാ സ്വത്തുക്കൾക്കും ഉള്ളതാണ്, അല്ലാതെ അത് സ്വകാര്യ സ്വത്തുക്കൾക്കുള്ളതല്ല. സ്വകാര്യ സ്വത്തുക്കൾ മാത്രമേ വഖഫ് ബോർഡിന് നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിക്കൊരു വീടുണ്ടെങ്കിൽ അത് എൻ്റെ സ്വന്തമാണെങ്കിൽ എനിക്കത് വഖഫ് ബോർഡിന് ദാനം ചെയ്യാം. അല്ലാതെ ഞാനൊരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് ആ വാടക വീട് ഞാൻ വഖഫ് ബോർഡിന് ദാനം ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. റിപ്പോർട്ടുകൾ പ്രകാരം UPയിലെ വഖഫ് ബോർഡിന് 1.3 ലക്ഷത്തിലധികം വ്യത്യസ്ത സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ASI സ്മാരകങ്ങൾ, ബൽറാംപൂർ സർക്കാർ ആശുപത്രി, LDA ഭൂമികൾ എന്നിവയും സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നിരവധി പ്രദേശങ്ങൾ ഉൾപ്പെടുന്നു. എന്തായാലും ഈ ഒരു വിഷയം പുറത്തു വന്നതിന് ശേഷം ഉത്തർപ്രദേശിൽ വഖഫ് ബോർഡ് വലിയ പരിങ്ങലിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.